ബംഗ്ലാദേശിന് ഇന്ത്യയുടെ അതിഗംഭീരമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഇന്ത്യ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പറയേണ്ടത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഇന്ത്യക്ക് ധാരണയില്ലാത്തത് കൊണ്ടല്ല, അത് ചെയ്ത് കാണിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതെ, ഇന്ത്യയുടെ റോയുടെ മേധാവി, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന, ആ സംഘടന ആഗോളതലത്തിൽ കൃത്യമായി, വ്യക്തമായി, കണിശതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ മേധാവിയാണ് ബംഗ്ലാദേശിൽ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൃത്യമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ടെന്ന്. അത് വാക്കുകളിലൂടെയല്ല, പക്ഷേ ഈ സന്ദർശനത്തിലൂടെയാണ് എന്നുള്ളതാണ്. പരാഗ് ജെയിൻ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യയുടെ റോയുടെ മേധാവി. നമ്മുടെ അജിത് ദോവലിൻ്റെ പേര് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല, അറിയാം, കേട്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. പക്ഷെ പരാഗ് ജെയിൻ്റെ പേര് അങ്ങനെ എപ്പോഴും വരാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചുമതലകൾക്കും ജോലികൾക്കും മറ്റ് പല കാര്യങ്ങൾക്കുമൊക്കെ വേറൊരു തരം ഒരു പ്രവർത്തനമാണ് ഉള്ളത്. NSA നേരിട്ട് ഇടപെടുന്നു, എല്ലാ കാര്യങ്ങളിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. NSAയും ഇദ്ദേഹവും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഓഗസ്റ്റ് 9-നാണ് പരാഗ് ജെയിൻ ധാക്കയിലെത്തുന്നത്. ധാക്കയിലെത്തിയതോടുകൂടി തന്നെ അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി. ധാക്ക ഒന്ന് വിറച്ചു, ഒന്ന് ഞെട്ടി. ധാക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യ എന്തോ ശക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സർജിക്കൽ ഓപ്പറേഷനാണ്. ഇന്ത്യ നടത്തുന്ന ശബ്ദമില്ലാത്ത നിശബ്ദമായ ഒരു സർജിക്കൽ ഓപ്പറേഷൻ. ആ സർജിക്കൽ സ്ട്രൈക്ക് എന്താണ് എന്നും അതിൻ്റെ പ്രഹരം എന്താണെന്നുമൊക്കെ ബംഗ്ലാദേശിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ചു കാലം പിന്നിലേക്ക് നമുക്ക് പോകാം. അതായത് ബംഗ്ലാദേശിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയുണ്ട്. DGFI എന്നാണ് അതിൻ്റെ ആ സംഘടനയുടെ പേര്. അതിൻ്റെ മേധാവി ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം നടത്തി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയാണ് ദില്ലിയിലെത്തിയത് എന്നാണ് വിശദീകരണം പറഞ്ഞത്. മാധ്യമങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അജിത് ഡോവലുമായിട്ടും പരാഗ് ജെയിനുമായിട്ടും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ഇപ്പോൾ അതിനുശേഷം റോയുടെ മേധാവി ബംഗ്ലാദേശിലേക്ക് പോകുന്നു. നേരിട്ട് ബംഗ്ലാദേശിലേക്കാണോ പോകുന്നത്? അല്ല, ചൈനയിൽ പോയിട്ടാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ചൈന വഴി ബംഗ്ലാദേശിലേക്കൊരു വളഞ്ഞൊരു യാത്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നേരെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശായി. പക്ഷേ ചൈനയിൽ പോയിട്ടാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സന്ദേശം ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബംഗ്ലാദേശുമായിട്ട് വ്യാപാരമൊക്കെ നടത്താം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അതൊക്കെ ഓക്കെയാണ്, എല്ലാം ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ, നമ്മുടെ ഫിസിക്കൽ അതിർത്തിയല്ല, ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി നിങ്ങൾ ഭേദിച്ചാൽ അത് ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതേ മുന്നറിയിപ്പ് ബംഗ്ലാദേശിനും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനയിലെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബംഗ്ലാദേശിലേക്ക് തന്നെ വരാം. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് അവർ പുറത്താക്കുന്നു. അതിനുശേഷം BNP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു. BNPയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. താരിഖ് റഹ്മാൻ്റെ സർക്കാർ അവിടെ ഭരണം നടത്തുന്നു. അപ്പോഴാണ് ഈ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ സഹകരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് പുതിയ ഒരു തരം പരസ്പര സഹകരണത്തിലേക്ക് ഒരു ത്രികക്ഷി യോഗം നടത്തുന്നത്. ആ യോഗം നടന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി, ഇത് ഒരു ശരിയായ നീക്കമല്ല എന്ന്. അത് നമ്മുടെ സിലിഗുരി കോറിഡോറിലേക്കുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത് മനസ്സിലാകുന്നു. അതോടുകൂടി തന്നെ ഇന്ത്യ കൃത്യമായി പ്രതികരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ കരുത്തു കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചൈന സന്ദർശനവും അതിനുശേഷം ബംഗ്ലാദേശ് സന്ദർശനവും വരുമ്പോൾ അവരുടെ ബന്ധങ്ങളെ കൂടി ഇന്ത്യ അവരോടൊന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടുമൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത്. ഇനി ഈ താരിഖ് റഹ്മാൻ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇന്ത്യക്ക് എതിരായിട്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ പെരുമാറുക, പ്രവർത്തിക്കുക എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എങ്കിലും ആത്യന്തികമായി ആ പെരുമാറ്റം അത്ര ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യക്ക് വളരെയധികം പൊള്ളിയ ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. അത് ഹിന്ദു വംശഹത്യയാണ്. പണ്ട് പറയുമായിരുന്നു, ക്രിസ്ത്യാനികളെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഇറങ്ങും, അമേരിക്ക വന്ന് ചോദിക്കാൻ അമേരിക്കയുണ്ട്, അവരുടെ സൈന്യമുണ്ട്, CIA ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് ഹിന്ദുവിൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ അവിടെ ചോദിക്കാനായിട്ട് ഇന്ത്യൻ ആർമി ചെല്ലും, പട്ടാളം ചെല്ലും എന്ന് കൃത്യമായിട്ട് അറിയാം. അത് ലോക രാജ്യങ്ങളെല്ലാം കണ്ടാണ്. എവിടെയൊക്കെ യുദ്ധമോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം റെസ്ക്യൂ മിഷനായിട്ട് ഇന്ത്യയുടെ മന്ത്രിമാർ, വിദേശകാര്യ മന്ത്രിമാരും പ്രതിരോധ മന്ത്രിമാരും അടക്കമുള്ളവർ സൈന്യത്തെയും കൊണ്ട് അവിടെ ചെന്നിറങ്ങിയ ആൾക്കാരെ തിരിച്ച് സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ റോയുടെ മേധാവി അവിടെ ചെല്ലുന്നത്, പരാഗ് ജെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്
പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, അതിർത്തിയിലെ കാര്യങ്ങൾ അതിനകത്ത് അങ്ങനെ ഇടപെടാനോ അതിർത്തി കടന്നുള്ള ഭീകരവാദം നുഴഞ്ഞുകയറ്റി ഇത് പരിപാടിക്ക് ധാക്ക ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് നിൽക്കരുത് എന്നൊരു വാണിംഗ് ഉണ്ട്. അത് ഒന്നാമത്തെ മുന്നറിയിപ്പ്. രണ്ടാമത്തെ മുന്നറിയിപ്പ്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ തൊട്ടുപോകരുത്, തൊട്ടാൽ വിവരമറിയും, അതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ളൊരു താക്കീത് കൂടി ഇന്ത്യ നൽകുന്നുണ്ട്. ഇനി മൂന്നാമത്തേതാണ്, നോർത്ത് ഈസ്റ്റ് ഭീകരവാദത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വളം വയ്ക്കൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അത് ആയുധമായിട്ടാണെങ്കിലും പണമായിട്ടാണെങ്കിലും അതിർത്തി കടന്നുള്ള സേവനമായിട്ടാണെങ്കിലും അത് വേണ്ട എന്ന് ഇന്ത്യ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് ലംഘിച്ചാൽ ഇന്ത്യൻ പട്ടാളം അങ്ങോട്ടങ്ങ് വരും, വന്നിട്ട് കൃത്യമായി കയറിനിറങ്ങും. പണ്ട് 71 കറാച്ചി നിന്ന് 3 ദിവസം കത്തിയത് ഓർമ്മയുണ്ടല്ലോ. കറാച്ചി നിന്ന് കത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ 3 ദിവസം. അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്കറിയാം. ഇന്ത്യൻ പട്ടാളം കയറി നിറങ്ങിയിട്ട് പോയാൽ പൊന്നുമക്കളെ ബാക്കി ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന് അവസ്ഥ നിങ്ങൾക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കിരിക്കുന്നതാണ് നല്ലത് എന്ന് ഇന്ത്യയുടെ റോയുടെ മേധാവി അവരോട് പറയുന്നു. അത് പറയാതെ പറയുന്നു, പറയേണ്ട രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഡിസംബറിൽ ഞാൻ ബംഗ്ലാദേശിൽ വരും. 78 വയസ്സായി. ഇനി എന്നെ അവർ ജയിലിലിടുകയോ തൂക്കിക്കൊല്ലുകയോ എന്ത് ചെയ്താലും ശരി തന്നെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ അവർ മടങ്ങിച്ചെന്നാൽ അവിടെ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമാണ് എന്നുള്ളതാണ്. ചെല്ലാതിരിക്കുന്നതാണ് താരിഖ് റഹ്മാനും BNPക്കും ബംഗ്ലാദേശിലെ സർക്കാരിനുമൊക്കെ നല്ലത്. പക്ഷേ മടങ്ങി ചെല്ലുമെന്ന് ഹസീന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അവർ അത്രയേറെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഇനി ഹസീന അവിടെ ചെല്ലുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക എന്നൊരു ചുമതല കൂടി പരാഗ് ജെയിൻ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതും ബംഗ്ലാദേശിനെ ധരിപ്പിക്കുന്നുണ്ട്. ഹസീന അവിടെ വന്നിറങ്ങുന്നത് മുതൽ ഹസീനയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഹസീനയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ഇന്ത്യൻ ആർമി ഇങ്ങ് വരും എന്നുള്ളത് പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, അവിടുത്തെ ജനവികാരത്തെ അത് പ്രതികൂലമായി ബാധിക്കും. വലിയ തോതിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മതവികാരം, ആക്രമണോത്സുക, ഇതൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ പട്ടാളം വന്നു കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും കൂടെ ഇങ്ങനെ വടിച്ചെടുത്ത് ബംഗ്ലാദേശിലെ ബംഗാൾ ഉൾക്കടലിലേക്ക് അങ്ങ് തള്ളും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റോയുടെ മേധാവി അവിടെ ചെല്ലുമ്പോൾ ഹസീനയുടെ സുരക്ഷ മുതൽ ഇന്ത്യയുടെ താല്പര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത കൂടി ബംഗ്ലാദേശിന് വരുത്തി കൊടുക്കുന്നുണ്ട്. ചുറ്റും കിടക്കുന്നവന്മാരെയൊന്നും വിശ്വസിക്കേണ്ട എന്നൊരു കാര്യവും കൂടിയുണ്ട്. പണ്ട് ചൈനയെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ശ്രീലങ്ക ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടത്തിന്മേൽ കടവും പട്ടിണിയും ദുരിതവുമായിട്ട് ലോകത്തെ മൊത്തം പറ്റിച്ച് ജീവിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ ബംഗ്ലാദേശിന് അറിയാവുന്നുള്ളത് കൊണ്ടും ശ്രീലങ്കയുടെ ഉദാഹരണമുള്ളത് കൊണ്ടും കണ്ണും പൂട്ടി അങ്ങനെ ചൈനയെ ബംഗ്ലാദേശ് വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ വംശീയമായ ആക്രമണം, കൊലപാതകങ്ങൾ, തീവ്രവാദം, ഇതൊന്നും ഇന്ത്യ വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ളത് ബംഗ്ലാദേശിന് മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കാണുന്നത്. നിശബ്ദമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടന്നിരിക്കുന്നു. റോയുടെ മേധാവി ധാക്കയിലെത്തി നൽകിയത് ആ മുന്നറിയിപ്പാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.